ഞാൻ ഇന്ന് 4 ലഹരികളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എഴുതുന്നവർക്ക് വേണ്ടി എഴുതാം. ഒന്നാമത്തെ ലഹരി, ലഹരി ഒരു ലഹരിയാണ്. ലഹരി ഒരു ലഹരിയാണ്. കഞ്ചാവ്, കാഷിഷ്, ബ്രൗൺ ഷുഗർ, പട്ടച്ചാരായം, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഇത് ഒരു ലഹരിയാണ്. ഇതൊരു ലഹരിയാണ്. രണ്ടാമത്തെ ലഹരി പ്രേമം ഒരു ലഹരിയാണ്. മൂന്നാമത്തെ ലഹരി മൊബൈൽ ഫോൺ ഒരു ലഹരിയാണ്. നാലാമത്തെ ലഹരി പണം ഒരു ലഹരിയാണ്. ഇത് 4 ലഹരിയാണ്. ഇതിനെല്ലാം ഉദാഹരണ സഹിതം ഞാൻ പറയും. നിങ്ങൾ പ്രാർത്ഥിക്കണം. എനിക്ക് ഈ കുട്ടികൾക്കെല്ലാം ഫുഡൊക്കെ കൊടുത്ത് ഒരു 3 ദിവസത്തെ ക്യാമ്പ് നടത്തണം എന്ന് ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു. ഇതിൻ്റെ എല്ലാം പുറകിൽ ഒരു പൈശാചിക ശക്തിയുണ്ട്. ഒരാളും അറിഞ്ഞുകൊണ്ട് പോകുന്നതല്ല, അറിയാതെ പോകുന്നതാണ്. നമ്മൾ ഇന്ന് രാവിലെ ചെയ്യാൻ പോകുന്നത് അവരെ തിരിച്ചു പിടിച്ചുകൊണ്ട് വരാൻ തുടങ്ങുക. അതിന് നമ്മുടെ അകത്തൊരു അഭിഷേകമുണ്ട്. അതിന് നമ്മുടെ അകത്തൊരു ദൈവത്തിൻ്റെ കൃപയുണ്ട്. ഏത് എക്സ്റ്റെൻഡിനകത്ത് പോയാലും അതിനെ തിരിച്ചു കൊണ്ടുവരാൻ നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കൃപയുണ്ട്. ഇന്ന് രാവിലെ ഇതിനകത്തിരിക്കുന്ന അമ്മയപ്പന്മാർ, ഇതിനകത്തിരിക്കുന്ന സഹോദരങ്ങൾ ഒരുമിച്ച് ആത്മാവിൽ ബലപ്പെടാൻ പോകുകയാ. ഇവിടെയൊന്ന് പ്രാർത്ഥിച്ച് ഉണർന്നാൽ നമ്മുടെ പട്ടണത്തെ പിടിച്ചെടുക്കാൻ, നമ്മുടെ ദേശത്തെ തിരിച്ചു പിടിക്കാൻ അഭിഷേകത്തിന്റെ പവർ അകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്കായി സ്തോത്രം ചെയ്യുക. 400 വർഷം ഇരുണ്ട കാലഘട്ടത്തിൽ ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അന്ന് വരെ കേട്ടിട്ടില്ലാത്തൊരു ശബ്ദം അവർ കേട്ടു. അവർ കേട്ട ശബ്ദം ഇതാണ്: ബന്ധനത്തിലിരിക്കുന്നവരെ വിടുവിക്കാൻ, ബന്ധനത്തിലുള്ളവരുടെ കെട്ടഴിക്കാൻ, ഇരുട്ട് കണ്ണുകളെ കുരുട്ട് കണ്ണുകളെ തുറക്കാൻ, അന്ധതയുടെ അഗാധത്തിൽ നിന്ന് ആളുകളെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരാൻ യേശു അഭിഷേകത്തിന്റെ ശക്തിയോടെ പുറപ്പെട്ടെന്ന് ഇന്ന് രാവിലെ പത്തനംതിട്ടയിൽ നിന്ന് ചില ആളുകൾ പുറപ്പെടാൻ പോകുകയാ. അവർ പന്തളത്തേക്ക്, കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിലേക്ക്, പട്ടണങ്ങളിലേക്ക് ഇന്ന് രാവിലെ ചില ആധിപത്യങ്ങളുടെ ചങ്ങലകളെ പൊട്ടിച്ചു കളയേണ്ടതിന് ചില ആളുകൾ അഭിഷേകത്താൽ എന്നോട് പരിശുദ്ധാത്മാവിന്ന് രാവിലെ പറയുക. വിഷമിച്ചിരിക്കുന്ന ചില ആളുകൾ ശക്തിപ്പെടുന്ന രാവിലെയാ. നിന്റെ മകള് പരാജയപ്പെട്ടു പോകുകയില്ല, നിന്റെ മകൻ പരാജയപ്പെട്ടു പോകുകയില്ല. കണ്ണുനീരൊഴുക്കുന്ന അമ്മേ, നിന്റെ കണ്ണുനീര് ദൈവത്തിന്റെ തുരുത്തിയിലുണ്ട്. ഏത് അഡിക്ഷനെയും വിടുവിക്കാൻ ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു: പിശാച് എത്ര ശക്തിയോടെ പിടിച്ചുകൊണ്ട് പോയാലും നമ്മളെ തിരിച്ചു പിടിച്ചുകൊണ്ട് വരും. കൈയൊന്ന് ഉയർത്തി ഒരു ആമീൻ പറയാൻ പറ്റുമെങ്കിൽ രാവിലെ ഒരു കാര്യം കൂടെ ഞാൻ പറയുക: പിശാചിന് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിന്റെ കുഞ്ഞുങ്ങളെ പിശാചൊന്നും ചെയ്യത്തില്ല. നിന്റെ കുടുംബത്തെ പിശാചൊന്നും ചെയ്യുകയില്ല. ഈ രാവിലെ വ്യാപരിക്കുന്നൊരു ദൈവത്തിന്റെ പവറുണ്ട്. ഈ രാവിലെ വ്യാപരിക്കുന്നൊരു ദൈവത്തിന്റെ ശക്തിയുണ്ട്. അടൽ പ്രഭനി അന്തകനഘടക സന്തരാധന അടല നിയാത രമപ്രഭന ഹടകനഗസിയ അതരം തുറന്ന് കരമടിച്ച് ദൈവത്തിന് നന്ദി പറയാൻ പറ്റുന്ന എല്ലാ ദൈവമക്കളും കരമടിച്ച് മാതാപിതാക്കളെ മക്കൾ നടതള്ളിക്കളയുക. പെന്തക്കോസിൽ വിശ്വാസത്തിലിറങ്ങി 4ാം തലമുറക്കാരി ഒരു അമ്മ കഴിഞ്ഞ ദിവസം എൻ്റെ ഫോൺ വിളിച്ചു. അമ്മ ഒരു ഗവൺമെൻറ് സർവൻ്റാണ്. അമ്മ എന്നോട് പറഞ്ഞു, പാസ്റ്റർ, ഞാൻ നല്ലൊരു വിശ്വാസിയാണ്. പ്രാർത്ഥനയും ബൈബിളും ആരാധനയും മാത്രമേ എനിക്കുള്ളൂ. എനിക്ക് ഒറ്റ മകനേ ഉള്ളൂ. ആണും പെണ്ണുമായിട്ട് ഒരു മകനെ എനിക്കുള്ളൂ. പഠിക്കാൻ ബഹുമിടുക്കനായിരുന്നു. സംഭവിച്ച ഒറ്റ കാര്യം, അവൻ ഇന്നൊരു സ്നേഹബന്ധത്തിലാണ്. അവളും മിണ്ടിയില്ലെങ്കിൽ വീട് അവൻ തകർക്കും. അവള് പിണങ്ങിയാൽ അമ്മയുടെ കഴുത്തിന് പിടിക്കും. അവളെ വിളിക്കാൻ പറയും. കഴിഞ്ഞ ആഴ്ച വരെ നടന്നുകൊണ്ടിരുന്നതാ. പക്ഷെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ കാര്യങ്ങൾ തിരിഞ്ഞു. ചെറുപ്പക്കാരനോട് പറഞ്ഞൊരു വാക്കുണ്ട്. അതിൻ്റെ കുഞ്ഞു പ്രശ്നം ഉണ്ടായി. എന്താണെന്ന് നിങ്ങളോട് പറയാം. ഈ ചെറുപ്പക്കാരന് ഇഷ്ടം പോലെ പണമുള്ള വീട്ടിലെയാ. ആണും പെണ്ണുമായിട്ട് ഒറ്റ മോനേ ഉള്ളൂ. ഈ പെൺകുട്ടി ഒട്ടും പണമില്ലാത്ത വീട്ടിലെയാ. ഈ പെൺകുട്ടിയെ കാണാൻ അത്യാവശ്യം കാഴ്ചയ്ക്ക് ഭംഗിയുള്ള കുട്ടിയാണ്.
ഇവൻ 1 വർഷം ഇവളുടെ പുറകെ നടന്നു. ഇവൾക്ക് താല്പര്യമൊന്നുമില്ല. ഇവൾ എന്നോട് നേരിട്ട് പറഞ്ഞ ഇവനോട് താല്പര്യമില്ല. അവൾ എന്നോട് പറഞ്ഞ സംഭവിച്ച 2 കാര്യം ഇങ്ങനെയാണ്. ഒന്നാമത്തെ കാര്യം, ഈ പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞു കൊടുത്തു, എടി പ്രേമിച്ചോ, കാശ് വാങ്ങിച്ചോ. നല്ല അമ്മ അല്ലേ, ഇഷ്ടം പോലെ പൈസ അവൻ്റെ വാങ്ങിച്ചു, വാങ്ങിക്കാൻ പറ്റുന്നുണ്ട് അത്രയും. പക്ഷെ ഞാനൊന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവൻ മയങ്ങി താഴോട്ട് വീണു. അവൻ്റെ ശരീരത്തിൽ നിന്നൊരു ശക്തി വെളിപ്പെട്ടിട്ട് എന്നോട് പറഞ്ഞു, ഇവന്റെ വീട് കുട്ടിച്ചോറാക്കാൻ വന്ന് കയറിയതാ, ഇവന്റെ വീടിനെ കൊല്ലാൻ വേണ്ടി കയറിയതാ. നമ്മുടെ പ്രജിൻജോസിനെ പോലെ ഈ കൊച്ച അമ്മയെ കൊന്നേനെ കേട്ടോ. അവൻ അത്രയ്ക്ക് പല പ്രാവശ്യം അമ്മയ്ക്ക് നേരെ കത്തിയെടുത്തിട്ടുണ്ട്. കൃപയാൽ അവിടുത്തെ പാസ്റ്റർ എനിക്ക് സല്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ഞങ്ങളൊന്നും വിളിച്ചിട്ട് അവൻ ആരാധനയ്ക്ക് വന്നില്ല, പക്ഷെ കൃപയാൽ ഒരു കാര്യം നടന്നു. അവന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ വിടുതൽ വ്യാപരിച്ചു. ഇന്ന് രാവിലെ ഒരു വാക്ക് ഞാൻ പറയുകയാ, ഇന്ന് രാവിലത്തെ ആരാധന ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോ ചില അഡിക്ഷനുകളൊക്കെ പൊട്ടും. പൈശാചിക ശക്തികൾ ഇവിടെ പൊട്ടുമെന്നല്ല, ചില രാജ്യത്ത് പൊട്ടിപ്പോകും. ചില രാജ്യത്ത് നിന്റെ തലമുറകളെ വിടുവിക്കാൻ ഇന്ന് രാവിലെ ദൈവത്തിന്റെ കരമിറങ്ങും. അതങ്ങ് അമേരിക്കയിലാണെങ്കിലോ, അങ്ങ് കാനഡയിലാണെങ്കിലോ, അങ്ങ് യൂറോപ്പിലാണെങ്കിലോ, ഏത് പട്ടണത്തിലാണെങ്കിലും നമ്മുടെ വചനത്തിൽ നിന്ന് ഒരൊറ്റ വാക്കൊന്ന് വായിക്കുക. 2 തിമോഥെയോസിന്റെ ലേഖനം 6-ാം അധ്യായം 11-ാമത്തെ വാക്യം നമ്മളൊന്ന് വായിക്കാൻ പോകുകയാ. 2 തിമോഥെയോസിന്റെ ലേഖനം 6-ാം അധ്യായം 11-ാമത്തെ വാക്യം. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി ഭക്തി വിശ്വാസം സ്നേഹം ക്ഷമ സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ട അനേകം സാക്ഷികളുടെ മുൻപാകെ നല്ല സ്വീകാരം കഴിച്ചു. രാവിലെ ഒരു ദൂത് കേട്ടോ, നീ വിളിക്കപ്പെട്ടത് ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടിയാ. കരമുയർത്തി ഒരാമീൻ പറയാമോ? ഇതിനകത്തിരിക്കുന്ന മുഴുവൻ ആളുകളെയും ദൈവം വിളിച്ചത് ഒരു ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടിയാ. ഇന്ന് രാവിലെ യോഗത്തിനകത്ത് ദൈവത്തിന്റെ പദ്ധതി ഇല്ലാതെ ഒരാളും വന്നിട്ടില്ല. നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. തലമുറയെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിന്റെ വീടിനെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഒരുത്തനും ആ പദ്ധതി എടുത്തു കളയാൻ പറ്റുകയില്ല. ഒരു ശക്തിക്കും ആ പദ്ധതി എടുത്തു കളയാൻ പറ്റുകയില്ല. മോശേ, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എടുത്തു കളയാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഈ രാവിലെ ഞാൻ ആത്മാവിൽ പറയുക, ചില അഭിഷക്തന്മാരുടെ മേൽ ദൈവത്തിന്റെ വിളി വെളിപ്പെട്ടു വരാൻ പോകുകയാ. ശരിക്കും ഞാന് ചങ്കും മുറിഞ്ഞ ഇവിടെ നിൽക്കുന്നേ. അത് ആളുകൾക്ക് എത്ര അറിയാം എന്നെനിക്കറിയില്ല. വേറെ ഏറ്റവും വലിയ സങ്കടം എനിക്ക് കേരളത്തെ കുറിച്ചാണ്. എൻ്റെ കേരളം ഇങ്ങനെ അല്ലായിരുന്നു, എൻ്റെ നാട് ഇങ്ങനെ അല്ലായിരുന്നു, എൻ്റെ ദേശം ഇങ്ങനെ അല്ലായിരുന്നു. ഇവിടെ കുലപാതക പരമ്പരകളൊക്കെ കുറവായിരുന്നു. എന്തോ പറ്റി നമ്മുടെ നാടിന്. നമ്മുടെ നാട് നമുക്ക് തിരിച്ചു പിടിക്കണം. ഒരു നാട് തിരിച്ചു പിടിക്കാൻ 1000 പേര് വേണ്ട, ഒരാൾ മതി. ഒരു രാജ്യം തിരിച്ചു പിടിക്കാൻ ദൈവം ഉപയോഗിച്ചത് ഒരൊറ്റ മനുഷ്യനെയാ. മോശ എന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യനെയാ ഒരു നാട് മുഴുവൻ തിരിച്ചു പിടിക്കാൻ ദൈവം ഉപയോഗിച്ചത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീട് തിരിച്ചു പിടിക്കാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോകുകയാ. നിങ്ങളുടെ കുടുംബം തിരിച്ചു പിടിക്കാൻ നിങ്ങളെ ദൈവം ഉപയോഗിക്കാൻ പോകുകയാ. നിങ്ങളുടെ സഭ തിരിച്ചു പിടിക്കാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോകുകയാ. ഒന്ന് കൈയടിച്ചൊന്ന് ആമീൻ പറയാൻ പറ്റുമെങ്കിൽ ഇന്ന് രാവിലെ ഒന്ന് ആമീൻ പറഞ്ഞു. ഇന്ന് രാവിലെ ഒരു വാക്ക് ഞാൻ പറയാ. ചിലതൊന്ന് തിരിച്ചു പിടിക്കും അഭിഷക്തനെ, ചിലതൊന്ന് തിരിച്ചു പിടിക്കും അഭിഷക്തനെ. ഓൺലൈനിൽ ഞങ്ങൾ കേൾക്കുന്നവരോട് ഈ രാവിലെ ഞാൻ പറയുക, നീ ചില തിരിച്ചു പിടിക്കാൻ പോവാ. നിന്റെ വീട്ടിൽ ചില തിരിച്ചു വരാൻ പോവാ. ചിലത് തിരിച്ചു വരും. ഉറച്ചൊരു ആമീൻ പറയില്ലേ? ഈ ആമേൻ എന്ന വാക്കിന്റെ അർത്ഥം
അപ്രകാരം തന്നെ എന്നാണ്. നമ്മുടെ നാട് നമ്മൾ തിരിച്ചു പിടിക്കും, നമ്മുടെ ദേശം നമ്മൾ തിരിച്ചു പിടിക്കും. ഇത് കൊലപാതകന്മാർക്ക് കൊടുക്കുകയല്ല, ഇത് നമ്മൾ രാഷ്ട്രീയവാദികൾക്ക് കൊടുക്കുകയല്ല, ഇത് ലഹരിക്ക് കൊടുക്കുകയല്ല, ഇത് യേശുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് സ്നേഹമുള്ളൊരു തലമുറ, അഭിഷേകമുള്ളൊരു തലമുറ, ജാതി മത ചിന്തകൾക്ക് അതീതമായൊരു തലമുറ വാർത്തെടുക്കാൻ നമ്മൾ ഈ ദേശത്തെ ദൈവകരങ്ങളെ തിരിച്ചു പിടിക്കും. ഇതിൻ്റെ എല്ലാം പിൻപിൽ ഒരു പൈശാചിക ശക്തിയുണ്ട്. ഇതിൻ്റെ എല്ലാം പുറകിൽ ഒരു പൈശാചിക ശക്തിയുണ്ട്. ഇന്ന് നടക്കാൻ പോകുന്നത് ആ പൈശാചിക ശക്തി പൊട്ടിപ്പോകും. ഇന്നത്തെ ആരാധനയിൽ ദൈവം അതിനെ പൊട്ടിച്ചു കളയും. ഇന്നത്തെ ആരാധനയിൽ ദുർമന്ത്രവാദങ്ങൾ പൊട്ടും. ഇന്നത്തെ ആരാധനയിൽ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കും. ഇന്നത്തെ ആരാധനയിൽ ദൈവത്തിൻ്റെ മഹത്വം വ്യാപരിക്കും. ഇന്നത്തെ ആരാധനയിൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കും. അത് ഉറപ്പുള്ള ദൈവമക്കളെ കൈ അടിച്ച് യേശുവിന് നന്ദി പറഞ്ഞ് അല്പനിമിഷങ്ങളൊന്ന് തുടങ്ങിക്കോ. കർത്താവിനോട് പറയുക, ചില ശക്തികളെ വിഴുങ്ങിക്കളയാൻ ദൈവം നിന്നെ അഭിഷേകം ചെയ്യാൻ പോകുക. ചില ആധിപത്യങ്ങളെ വിഴുങ്ങിക്കളയാൻ, വിശ്വാസിനെതിരെ വിരൽ ചൂണ്ടാൻ, മന്ത്രവാദിക്കെതിരെ വിരൽ ചൂണ്ടാൻ, ആഭിചാരകനെതിരെ വിരൽ ചൂണ്ടാൻ ഭയമില്ലാത്തൊരു തലമുറ എഴുന്നേറ്റു വരട്ടെ. ജീവനെങ്കിൽ ജീവൻ വെച്ച് 430 വർഷമായിട്ട് 30 ലക്ഷം ആളുകൾ ഒരടിമനുഖത്തിലൂടെ കടന്നു പോകുകയാണ്. ദൈവം കാട്ടിൽ 80 വയസ്സുകാരൻ ഒരു മനുഷ്യനെ ട്രെയിൻ ചെയ്യുക. ഒരു ദൂത് കേട്ടോണം, എത്ര തിന്മകൾ എഴുന്നേറ്റ് വന്നാലും ദൈവം ആരെങ്കിലും ഒരാളെ പ്രിപ്പയർ ചെയ്യും. ദൈവം ആരെങ്കിലും ഒരാളെ ഒരുക്കിക്കൊണ്ടിരിക്കും. അത് ഒരുത്തന്നെ കണ്ണിന് പെടുകയില്ല, മാധ്യമങ്ങളുടെ കണ്ണിന് പെടണമെന്നില്ല, ആളുകൾക്ക് മനസ്സിലാകണമെന്നില്ല. ആരെയോ ഒരുത്തനെ ദൈവം അഭിഷേകം ചെയ്യും. ദൈവത്തിന്റെ സ്ഥലത്ത് വെച്ച് ദൈവത്തിന്റെ നിയോഗം ദൈവം പകരും. ചിലരെ ദൈവം ചില വീടുകൾ തിരിച്ചു പിടിക്കാൻ കൊണ്ടുപോകും, ചില കമ്പനികൾ തിരിച്ചു പിടിക്കാൻ കൊണ്ടുപോകും, ചില ദേശങ്ങൾ തിരിച്ചു പിടിക്കാൻ കൊണ്ടുപോകും. നീ ഒരുത്തൻ മതിയെന്നാ ഞാൻ പറഞ്ഞത്, നീ ഒരാളും മതിയെന്നാ ഞാൻ പറഞ്ഞത്. കർത്താവിനും നിന്നെ മതിയെന്നാ പറഞ്ഞത്. കഴിവില്ലാത്ത നിന്നെ മതി, മിടുക്കനല്ലാത്ത നിന്നെ മതി, സൗന്ദര്യമില്ലാത്ത നിന്നെ മതി. ദൈവത്തിന്റെ കൃപയുള്ള ചില ആളുകളുടെ അകത്തേക്ക് ഈ വാക്ക് തീവ്രത വ്യാപരിക്കുക. ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്, ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. നിങ്ങൾ രക്ഷപ്പെടും, നിങ്ങളുടെ കൊച്ചു രക്ഷപ്പെടും, നിന്റെ തലമുറ വിടുവിക്കപ്പെടും. അതിനുള്ള തുടക്കം ഇന്ന് രാവിലെ ദൈവം ചെയ്യാൻ പോവാ. അതിൻ്റെ ആദ്യത്തെ പടി ദൈവം തുടങ്ങാൻ പോവാ. നിന്റെ കമ്പനിയല്ലേ, അത് കരകയറാൻ പോവാ. നിന്റെ വീടില്ലേ, അത് കരകയറാൻ പോവാ. ദൈവസഭ കരകയറാൻ പോവാ. ദൈവത്തിൻ്റെ സഭകൾ തിന്മകൾക്കെതിരെ, അഡിക്ഷനുകൾക്കെതിരെ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വരാൻ പോവാ. 30 ലക്ഷം ആളുകൾ ഒരുമിച്ച് ചേർന്ന് അടിമത്തത്തിൻ്റെ അഗാധതയിലൂടെ കടന്നു പോകുക. അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഒരടി പോലും വയ്ക്കാൻ പറ്റുന്നില്ല. അവർ പറഞ്ഞു, തമ്പുരാനെ, ഒരടിമത്തത്തിലാണ് ഞങ്ങൾ. ലഹരി ഒരടിമത്തമാണ്, അനാവശ്യമായ ഇടപാടുകൾ ഒരടിമത്തമാണ്. ഇന്ന് രാവിലെ നിന്റെ തകർച്ചകൾ ഒരടിമത്തമാണ്. ഒരാമീൻ പറഞ്ഞില്ല. ദൈവം നമ്മളെ വിളിച്ചത് കീഴോട്ട് പോകാനല്ല, മേപ്പോട്ട് പോകാനാണ്. കേട്ടവർ ഉറച്ചൊരാമീൻ പറ. ദൈവം നമ്മളെ വിളിച്ചത് താഴോട്ട് പോകാനല്ല. നിന്റെ കട താഴോട്ട് പോകരുത്, മേപ്പോട്ട് പോകണം. നിന്റെ വീട് താഴോട്ട് പോകരുത്, മേപ്പോട്ട് പോകണം. നിന്റെ സഭ താഴോട്ട് പോകരുത്, മേപ്പോട്ട് പോകണം. നിന്റെ സഭയിൽ 50 പേരുണ്ടെങ്കിൽ അത് 55 മാറണം. നിന്റെ സഭ 100 പേരുണ്ടെങ്കിൽ അത് 500 മാറണം. ആരോഗ്യത്തിൽ താഴോട്ട് പോകരുത്. ഒന്നിലും നീ താഴോട്ട് പോകത്തില്ല. ദൈവം നിന്നെ വിളിച്ചത് ശവക്കല്ലറ വെച്ചാലും ഉയർത്തു വരാനാ. യേശുവിനെ ക്രൂശിച്ചപ്പോ പത്രോസ് ഓടിപ്പോയി. അല്ലാതെ ആരടക്കം നടത്തിയനെ? ആരടക്കിയനെ? പത്രോസ് അടക്കിയനെ.
പത്രോസ് അടക്കി എവിടെ കൊണ്ട് അടക്കും? പുള്ളിയുടെ അമ്മായിമ്മയ്ക്ക് ഒരു വീടുണ്ട്, അറിയാലല്ലേ? അവൻ പള്ളിയിൽ നിന്നിറങ്ങി ശീമോന്റെ വീട്ടിൽ ചെന്നു. ശീമോന്റെ വീട്ടിൽ ചെന്നു. ശീമോന്റെ വീടുണ്ടായിരുന്നു, അമ്മായിയമ്മ ഉണ്ടായിരുന്നു. പത്രോസിന് അമ്മായിയമ്മ ഉണ്ടായിരുന്നു, പത്രോസിന് വീടുണ്ടായിരുന്നു. പത്രോസ് ആയിരുന്നു യേശുവിന്റെ അടക്കം നടത്തുന്നെങ്കിൽ ഈ അമ്മായിയമ്മയുടെ വീടിന്റെ അവിടെ കൊണ്ടൊന്ന് കുഴി കുഴിച്ചടക്കിനെ. അതെവിടാണ്? കടൽപ്പുറത്ത്. എവിടെ? കടൽപ്പുറത്ത്. അപ്പൊ നാട്ടുകാർ പറഞ്ഞേനെ അവനെ കൊണ്ടുവന്ന് പത്രോസ് അടക്കി കടലെടുത്തോണ്ട് പോയത്. അത് വരാതിരിക്കാൻ പത്രോസിനെ ദൈവം ഓടിച്ചു. എന്നിട്ട് അരിമത്യക്കാരൻ മന്ത്രിയെ എഴുന്നേൽപ്പിച്ചു. ഈ പുസ്തകത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കൽ മാത്രം വെളിപ്പെട്ടവനാ അരിമത്യക്കാരനായ യോസഫ് എന്ന മന്ത്രി. ഒരു കാര്യം നിനക്കറിയാമോ? നിന്റെ സമയമാകുമ്പോ ചിലരെ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും. നീ പോലും അറിയാതെ ഞാൻ കത്രുമേശ നടത്തിക്കൊണ്ടിരിക്കുമ്പോ എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ പോലും അറിയാത്ത ചിലരെ നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ചില സ്പോൺസർമാരെ ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അഭിഷക്ത, ദൈവം ചിലർക്ക് വേണ്ടി ചിലരെ ഒരുക്കിയിട്ടുണ്ട്. കുറെ വർഷങ്ങളായിട്ട് അടിമത്തത്തിൽ കിടക്കുന്ന ഇസ്രായേൽ മക്കൾ, അവരെ വിടുവിക്കേണ്ടതിന് ദൈവം ഒരു മനുഷ്യനെ എഴുന്നേൽപ്പിച്ചു. 80-ാമത്തെ വയസ്സിൽ അവനോട് നിയോഗത്തോടെ പറഞ്ഞു, നീ മിസ്രൈമിലേക്ക് പോകണം. അവൻ പറഞ്ഞു, കർത്താവേ, അങ്ങോട്ട് പോകാൻ മാത്രം എന്നോട് പറയരുത്. ഇന്ന് രാവിലെ ഒരു കാര്യം പറയാം, നിന്നെ ബന്ധിച്ചതൊക്കെ പോയേ പറ്റൂ. ഇന്ന് നിന്റെ അകത്ത് അതിൻ്റെ ഒരു തീ വ്യാപരിക്കുന്ന ദിവസമാകട്ടോ. നിന്റെ കുടുംബത്തെ ബന്ധിച്ചതൊക്കെ ഇന്ന് രാവിലെ പോയേ പറ്റൂ. ഇന്ന് രാവിലെ ഉടഞ്ഞേ പറ്റൂ. ഇന്ന് രാവിലെ പൊട്ടിയേ പറ്റൂ. അതിനുള്ള ശക്തിയൊക്കെ നിന്റെ മേൽ ഇന്ന് രാവിലത്തെ ആരാധനയിൽ വ്യാപരിച്ചു ഉയരാൻ പോകുകയാ എന്ന് പരിശുദ്ധാത്മാവനോട് ദൂതായിട്ട് ഇടപെടുക. ചിലതിന് പൊട്ടിയേ പറ്റൂ, ചിലതിന് അഴിഞ്ഞേ പറ്റൂ, ചിലതിന് മാറിയേ പറ്റൂ, ചിലതിന് ഉടഞ്ഞേ പറ്റൂ. ഞാൻ പറഞ്ഞില്ലേ 4 ലഹരികളെ കുറിച്ച്? 4ാമത്തെ ലഹരിയാണ് പണം. ഞാൻ ചേർത്ത് പറയാത്തതാണ്. 4ാമത്തെ ലഹരിയാണ് പണം. രാമീ പറ, എന്ത്? പണം. പണം വേണ്ടേ ജീവിക്കാൻ? വേണോ വേണ്ടയോ? പണം വേണോ വേണ്ടയോ? എന്ത് കൊടുക്കണേലും എന്നാ വേണം? പക്ഷെ പണത്തോട് സ്നേഹമാവരുത്. ഒരാമയും പറഞ്ഞില്ല. വീടാകാം സ്നേഹം, വീടിനോടാകരുത്. മക്കളാകാം, മക്കളോടാകരുത് സ്നേഹം. ലോകത്തിലെല്ലാം നിനക്കാകാം, പക്ഷെ അതിനോട് സ്നേഹമാവരുത്. ഇതാ ബൈബിൾ പഠിപ്പിക്കുന്നേ, ഇതാ ബൈബിൾ ആഗ്രഹിക്കുന്നേ. ഈ യേശുവിൻ്റെ കൈ പൈസ ഇല്ലായിരുന്നോ? ഇല്ലയോ? ഇല്ലയോ? ഇവർക്കൊക്കെ ആഹാരം കൊടുക്കണ്ടായോ? 12 പേര് കൂടില്ലയോ? അവരുടെ വീട് നടക്കണ്ടായോ? അത് വേണ്ടായോ? യേശുവിനോട് 12 പേരുണ്ട്, യൂദ ഉൾപ്പെടെ, ഇല്ലയോ? ട്രഷറർ ആരാ? യൂദായാ. പുള്ളിയുടെ ജോലി എന്തുവാ? ഇടയ്ക്കിടയ്ക്ക് അടിച്ചു മാറ്റും. തമ്പുരാനോട് മോശ പറഞ്ഞു, തമ്പുരാനെ, എനിക്ക് വിക്കുള്ളവനാണ് ഞാൻ, എനിക്ക് വിക്കുണ്ട്, എനിക്ക് തടിച്ച നാവുണ്ട്, എനിക്ക് പോകാൻ പറ്റുകയില്ല. തമ്പുരാൻ പറഞ്ഞു, കയ്യിരിക്കുന്ന വടി താഴെയിട. അവൻ വടി താഴോട്ടിട്ടു. അവൻ വടി താഴോട്ടിട്ടപ്പോ അവന്റെ കയ്യിലിരിക്കുന്ന വടി പാമ്പായിട്ട് മാറി. എന്ന് വെച്ചാൽ ആ വാക്കിന്റെ അർത്ഥം, ആ നാട്ടിൽ ചെല്ലുമ്പോ ആദ്യം നീ പാമ്പിനെ കാണുമെന്ന. രാമയും പറഞ്ഞു. തമ്പുരാൻ എന്നിട്ട് പറഞ്ഞു, നീ ആ വടിയുടെ വാലേലൊന്ന് പിടിച്ചോ, ആ പാമ്പിന്റെ വാലേലൊന്ന് പിടിച്ചോ. പിടിക്കുന്ന സമയത്ത് പാമ്പ് വടിയായിട്ട് മാറും. ദൂത് മനസ്സിലായൊരു രാമയും പറ. ആ ദൂത് ഞാൻ വിവരിക്കാൻ പോവാ, നിങ്ങൾ കേട്ടോണം. കയ്യിരുന്ന വടി താഴെ വീണപ്പോ വടിക്ക് ജീവൻ വന്നു. വടിക്ക് ഇത്രയും നാളും അതിന് ജീവനില്ലായിരുന്നു. ഇപ്പൊ എന്നാ വന്നു? ജീവൻ വന്നു. ജീവൻ വന്നതിന്റെ പ്രത്യേകത, ജീവൻ വന്നാൽ ഇവൻ നിനക്കെതിരെ തിരിയും. രാമൻ മറന്നേ, ഇതാര് താഴെ ഇട്ടോ ഇവനെതിരെ തിരിയും. ആദ്യം ഇതാ. ചില വീട്ടിൽ നിന്ന് ചില പാമ്പുകളെ നമ്മൾ വടിയാക്കി മാറ്റും.
കൈയടിച്ചൊരാമയും പറഞ്ഞു. ചില പാമ്പുകളെ വാടിയാക്കി മാറ്റും. ചില പാമ്പുകളെ അവന്റെ ഭ്രമണ പദങ്ങളെ ഈ രാവിലെ യേശുവിന്റെ നാമത്തിൽ അഭിഷക്ത, ഇന്ന് രാവിലെ ആരാധിക്കുന്ന ദൈവത്തിന്റെ മക്കള് ആരാധന തുടങ്ങുമ്പോൾ ചില ചലിക്കുന്ന ശക്തികൾ ഇന്ന് രാവിലെ ശബ്ദമാകാൻ പോവുകയാ. ദൈവശക്തിയിൽ ആരാധിച്ചോ, ചിലത് ഇന്ന് രാവിലെ നിശ്ചലമാകാൻ പോവാ. ചില ആഭിചാരങ്ങൾ, ചില മന്ത്രവാദങ്ങളെ എന്റെ വീട്ടിൽ ചലിക്കുന്ന ആഭിചാരം ഇന്ന് നിൽക്കും. നീ അഭിഷേകത്തോടെ അതിനെ പിടിക്കും. നീ അഭിഷേകത്തോടെ അതിനെ പിടിക്കും. പാമ്പുകളെ, തേളുകളെ, ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു.